ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രാപ്തയം നാരായണാചാര്യമീഢ്യം പൂർണ്ണം മർത്യാസ്ത്യക്തമോഹാ ഭവന്തി. സത്പത്യ തം സാധു കർമ്മ പ്രകർഷം ശ്രേഷ്ഠം സച്ചിന്മോദരൂപം ഭജേഹം. ഓം ഹേ ശാരദേ സകല ഭക്തജനാനുകൂലി നാഗാധിപാദി വിബുധാർച്ചിത പാദപദ്മേ ലോകേശരമ്യ മുഖപങ്കജമിത്യവാസേ ദാസേ സദാ മയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 123 ഭാഗം അവതരണം. ഇത് മലബാറിലെ മധുരയാകും. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശിവലിംഗ പ്രതിഷ്ഠ ഒരു രഥത്തിൽ വലിയ ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുകയായിരുന്നു. പാതകളും വഴിയോരങ്ങളുമെല്ലാം അപ്പോൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. നെറ്റിപ്പട്ടം കിട്ടിയ 8 ഗജവീരന്മാർ, 12 കുതിരകൾ, ബ്രിട്ടീഷ് പട്ടാളക്കാർ, കോഴിക്കോട് സാമൂതിരി രാജയുടെ പട്ടാളക്കാർ, ജില്ലാ കളക്ടർ, വുഡ് സാഹിബ്, പോലീസ് സൂപ്രണ്ട്, മറ്റ് പ്രധാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, വാദ്യമേളക്കാർ തുടങ്ങിയവരെല്ലാം ആ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചിരുന്നു. 10,000-കണക്കിന് ഭക്തജനങ്ങൾ ആ വിഗ്രഹ ഘോഷയാത്രയിൽ അണിചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിഷ്ഠാ ദിവസം ക്ഷേത്ര സന്നിധാനവും പരിസരവും ജനനിബിഡമായി തീർന്നിരുന്നു. അവിടെ കൂടി നിന്നിരുന്ന ജനസാഗരത്തെ പരമശാന്തിയിലും ഭക്തിയിലും ആനന്ദത്തിലും ആറാടിച്ചുകൊണ്ട് ഗുരുദേവൻ ക്ഷേത്രത്തിലെത്തി ഒരു മന്ദിരത്തിൽ വിശ്രമിച്ചു. ഗുരുദേവ കൽപ്പന പ്രകാരം ചൈതന്യസ്വാമികൾ പ്രതിഷ്ഠയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം അടുത്തു വന്നതോടെ രാരിച്ചൻ മൂപ്പനും മറ്റ് പ്രധാനികളും ഗുരുദേവനെ എതിരേറ്റു കൊണ്ടുവരുന്നതിനായി ഗുരുദേവൻ വിശ്രമിച്ചിരുന്നിടത്തെത്തി ചേർന്നു. പക്ഷേ ഗുരുവിനെ ആ നേരത്ത് അവിടെ കാണുകയുണ്ടായില്ല. അവർ അവിടെ എല്ലാം നോക്കി നടന്നു. ഗുരുവിനെ കാണാൻ കഴിയാതായതോടെ അവരെല്ലാം വിഷമിച്ചു. പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് അധിക നേരമില്ലെന്ന് കൂടി ഓർത്തപ്പോൾ രാരിച്ചൻ മൂപ്പനും വലിയ പരിഭ്രമമായി. പ്രതിഷ്ഠ നടത്തുന്നതിനായി ഏത് നിമിഷവും ഗുരുദേവൻ
ശ്രീകോവിലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് ഒരു വൻ ജനക്കൂട്ടം ക്ഷേത്രത്തിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ആർക്കും ഗുരുദേവനെ ഒരു നോക്ക് പോലും കാണുവാനായില്ല. എല്ലാ കണ്ണുകളും ശ്രീകോവിലിൽ നേർക്ക് പതിഞ്ഞു നിൽക്കുകയായിരുന്നു. അടഞ്ഞു കിടന്നിരുന്ന ശ്രീകോവിലിന്റെ കതക് പെട്ടെന്ന് തുറക്കപ്പെട്ടു. ജനങ്ങളെല്ലാം ആവേശത്തോടെ അവിടെ കുറ്റുനോക്കി. അപ്പോൾ ഗുരുദേവൻ ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അകത്തേക്ക് കയറാതെ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്ങനെ? ജനങ്ങൾ ആശ്ചര്യപരതന്ത്രരായി തമ്മിൽ ചോദിച്ചു. ആ നേരത്ത് ഗുരുദേവൻ അരുളി ചെയ്തു, എല്ലാം ശരിയായി. അപ്പോഴാണ് പ്രതിഷ്ഠാകർമ്മം നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് അറിവായത്. ക്ഷേത്ര പരിസരത്ത് കൂടി നിന്നിരുന്ന 10,000-കണക്കിന് ജനങ്ങളിൽ ഒരാൾ പോലും ഗുരുദേവൻ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിപ്പോയത് കാണുകയുണ്ടായില്ല എന്നത് ഒരു അത്ഭുതമായി അന്നും ഇന്നും ശേഷിക്കുന്നു. ആ നേരത്ത് ജനങ്ങൾ നിന്നിടത്തു തന്നെ നിന്ന് തൃപ്പാദങ്ങളെ സങ്കൽപ്പിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും സ്വർണം, വെള്ളി, പണം തുടങ്ങിയ ദ്രവ്യങ്ങൾ ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് തങ്ങളുടെ ഭക്തിയും വിശ്വാസവും പ്രകടിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം കണ്ടിട്ട് ഗുരുദേവൻ ഇപ്രകാരം അരുളി ചെയ്തു, ഇത് മലബാറിലെ മധുരയാകും. പിൽക്കാലത്ത് മലബാർ പ്രദേശത്തെ ഏറ്റവും ഭക്തജനത്തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊന്നായി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം മാറുകയും ഉണ്ടായി. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. ഇത് മലബാറിലെ മധുരയാകും. അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.